ഈ വഴിയിൽ എത്തിച്ചേർന്നപ്പോൾ ആദ്യം സുഖകരമായ അവസ്ഥയായിരുന്നു. പിന്നീട് എല്ലാം അടിമുടി മാറി മറിഞ്ഞു. ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ കരുതിയതൊക്കെ തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഈ വഴിയിൽ എത്തിച്ചേർന്നപ്പോൾ ആദ്യം സുഖകരമായ അവസ്ഥയായിരുന്നു. പിന്നീട് എല്ലാം അടിമുടി മാറി മറിഞ്ഞു. ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ കരുതിയതൊക്കെ തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പലരുടെ മനസ്സിലുള്ള ചോദ്യമായിരിക്കും, പലർക്കുള്ള അനുഭവവും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്ത ഒരു കടലാസിൽ ഉള്ള വരികൾ നമുക്ക് നോക്കാം. മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് വിച്ച് ഇസ് നോട്ട് ടു ഹാപ്പൻ വിൽ നെവർ ഹാപ്പൻ, ഹൗഎവർ ഹാർഡ് വൺ ട്രൈസ്. സംഭവിക്കാൻ പാടില്ലാത്തത് എത്ര കഠിനമായി പരിശ്രമിച്ചാലും ഒരിക്കലും സംഭവിക്കില്ല. ദാറ്റ് വിച്ച് ഇസ് ടു ഹാപ്പൻ വിൽ നോട്ട് സ്റ്റോപ്പ് ഇൻ സ്പൈറ്റ് ഓഫ് എനി എമൗണ്ട് ഓഫ് ഒബ്സ്ട്രക്ഷൻ. സംഭവിക്കാനുള്ളതോ എന്ത് തടസ്സമുണ്ടായാലും സംഭവിക്കാതിരിക്കില്ല, ഇത് ഉറപ്പാണ്. ദിസ് ഇസ് സർട്ടൻ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ കരുതിയ പലതും തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണല്ലോ ചോദ്യം. മനസ്സിലാക്കാനുള്ളത്, ദിസ് വാസ് ബൗണ്ട് ടു ഹാപ്പൻ. ഇത് സംഭവിക്കാനുള്ളതാണ്. ആൻഡ് യു മസ്റ്റ് ബി ലക്കി ദറ്റ് യു ആർ ഹിയർ. ഒരു മാർഗമുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്കും വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മറുചോദ്യം, എന്താണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം? ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ കരുതിയതൊക്കെ തകർന്ന് തരിപ്പണമായി എന്നാണല്ലോ പറഞ്ഞത്. അതാണ് ചോദ്യം. എന്താണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആരോഗ്യമാണോ? ജീവിതത്തിൻ്റെ അടിസ്ഥാനം സമ്പത്താണോ? അതോ മനുഷ്യബന്ധങ്ങളാണോ അടിസ്ഥാനം? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഒരു സംശയവും വേണ്ട, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അടിസ്ഥാനം ഇതിലേതാണ്? ഇതിലേതെങ്കിലും ആണോ എന്നാണ് ചോദ്യം. ചിന്തിക്കേണ്ട വിഷയമല്ലേ? ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ കരുതിയത് തെറ്റായിക്കൂടെ? അത് നമുക്ക് അന്വേഷിക്കണം. ഇതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ, അടിത്തറ എങ്ങനെ മനസ്സിലാക്കുക? കണ്ടാലറിയാം, അല്ലേ? ബിൽഡിങ്ങിൻ്റെ നിലനിൽപ്പിന് അടിത്തറ അത്യാവശ്യമാണ്. അടിത്തറ ഇല്ലെങ്കിലോ ബിൽഡിംഗ് ഇല്ല. പക്ഷെ ബിൽഡിംഗ് ഇല്ലെങ്കിലും അടിത്തറയുണ്ട്. ദിസ് ഇസ് ഹൗ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഫൗണ്ടേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കെട്ടിപ്പൊക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ലോകവുമായി ബന്ധപ്പെടുകയാണ്, അല്ലേ? വീട്ടിലുള്ളവരുണ്ടാവും, പുറത്തുള്ളവരുണ്ടാവും. ഇവരൊക്കെയായിട്ട് നമ്മൾ ഏത് സമയവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങളും വിഷമം നിറഞ്ഞ അനുഭവങ്ങളും സമ്മിശ്രമായ അനുഭവങ്ങളും വന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെ ജീവിതത്തിലുള്ള ഒരവസ്ഥയാണത്. ഈ അനുഭവങ്ങൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, പലതരം ആളുകളിൽ നിന്നും വരുന്നതാകാം. പക്ഷേ ഇതെല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നത് എവിടെയാ? ഇതെല്ലാം അനുഭവിക്കുന്നത് ആരാ? ഒരാൾ മാത്രമാണല്ലേ? ഈ ഞാൻ. അപ്പോൾ ഈ ഞാൻ അല്ലേ ഫൗണ്ടേഷൻ? അതാണ്. പക്ഷേ ഈ ഫൗണ്ടേഷൻ യഥാർത്ഥ ഫൗണ്ടേഷൻ ആണോ എന്ന് നമ്മൾ വിചാരം ചെയ്യണം, നമ്മൾ നോക്കണം. ഈ ഞാൻ എന്ന ഫൗണ്ടേഷൻ എപ്പോഴും ഒരുപോലെയാണോ? ഈ ഞാൻ എന്ന ഫൗണ്ടേഷന് മാറ്റങ്ങൾ വരുന്നില്ലേ? സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ഈ ഞാൻ, എൻ്റെ അവസ്ഥ ഒരുപോലെയാണോ? മാറുന്നില്ലേ? ശരീരത്തിൻ്റെ അവസ്ഥ മാറുന്നില്ലേ? രോഗബാധിതനാവുന്നില്ലേ?
അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ശരിയായ അടിസ്ഥാനമാണ് എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ശരിയായ ഫൗണ്ടേഷൻ ആണോ ഈ ഞാൻ? മഹർഷിയുടെ ടീച്ചിങ്ങിൽ ഈ ഫൗണ്ടേഷന് ഈഗോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈഗോ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും കൂടിച്ചേർന്ന ഒന്ന്. അതാണ് ഈഗോ. അതാണ് ഞാൻ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ് ഞാൻ എന്ന് ഞാൻ ധരിക്കുകയാണ്. അതാണ് ശരിയായ അടിസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനു മുകളിൽ ഞാൻ എൻ്റെ ജീവിതം കെട്ടിപ്പടുത്താൽ ഏത് കാലവും ബിൽഡിംഗ് നിലനിൽക്കുന്നു പറയാൻ പറ്റും? ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ ശരീരമാണ്, മനസ്സാണ് എന്ന വിശ്വാസത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? അത് അങ്ങനെയല്ല എന്ന് ജീവിതം നമ്മെ പഠിപ്പിച്ചു തുടങ്ങും. നമ്മുടെ യഥാർത്ഥ ഗുരു ആരാണ്? അവർ ലൈഫ്. നമ്മുടെ ജീവിതമാണ് യഥാർത്ഥ ഗുരു. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഏതാണ് അടിസ്ഥാനം എന്ന് കാണിച്ചു തരാൻ വേണ്ടി പല പല അനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതാണ് ജീവിതത്തിൻ്റെ ദൗത്യം. ദാറ്റ് ഈസ് ദ മിഷൻ ഓഫ് ലൈഫ്. സോ എവറി ടൈം വി ഹാവ് മെനി എക്സ്പീരിയൻസസ്. നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്ന് ജീവിതം അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പഠിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും അത് പല രൂപത്തിൽ നമ്മളെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതം ഇങ്ങനെ പഠിക്കാൻ തക്കതായ ആളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ലൈഫ് നമ്മുടെ ചുറ്റുമുള്ളത് അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മുടെ വീട്ടിലുള്ളത് അതേപോലെയുള്ള ആൾക്കാരാണ്. കുടുംബത്തിലുള്ളത് അങ്ങനെയുള്ള ആൾക്കാരാണ്. സുഹൃത്ത് വലയത്തിലുള്ളതും അതുപോലെയുള്ള ആൾക്കാരാണ്. സുഹൃത്തുക്കളും ചിലപ്പോൾ പറ്റിച്ചു എന്നൊക്കെ ഇരിക്കും. അയൽവക്കത്തുള്ള ആൾക്കാരും നമുക്ക് പറ്റിയുള്ള ആൾക്കാരാണ്. കർമ്മരംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉള്ളത് ഈ ടൈപ്പുള്ള ആൾക്കാരാണ്. എല്ലാം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വന്നവരാണ്. കാര്യമായി പഠിപ്പിക്കാൻ അവർ നോക്കുന്നത്, ഈ പ്രപഞ്ചം നോക്കുന്നത് ഏതാണ് ശരിയായ ഫൗണ്ടേഷൻ. അപ്പോൾ ആത്മവിചാരം ചെയ്താലും ഇല്ലെങ്കിലും ഈ വരേണ്ടത് എന്തായാലും വരുന്നുള്ള യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ഈ പുറത്തുള്ള ആളുകളാണ്. ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതുമല്ല എന്ന് ലൈഫ് തെളിയിക്കും. ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്ന ഈഗോ ആണ് എന്ന വിചാരമാണെങ്കിൽ അതും അല്ല എന്ന് ജീവിതം തെളിയിക്കും. അപ്പോൾ ഇവിടെ പ്രശ്നം ശരിക്കും ആത്മവിചാരമല്ല, സെൽഫ് എൻക്വയറി അല്ല. എല്ലാത്തിനെയും കെട്ടിപ്പടുത്ത ഞാൻ എന്ന തെറ്റായ ഒരു ആശയമുണ്ടല്ലോ, അതാണ് പ്രശ്നം. മഹർഷിയുടെ ടീച്ചിങ്സിൽ സത്യം എന്താണ്, ശരിയായ ഫൗണ്ടേഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ ഈഗോ സത്യമല്ല. ഈ ശരീരവും മനസ്സും അടങ്ങുന്ന ഞാൻ എന്ന ഈഗോ അല്ല ശരിക്കും അടിസ്ഥാനം. ഇത്രയും കാലം മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റ് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് ഏത് സമയം അവിടെയാണ്. പക്ഷെ ഇതൊന്നുമല്ല. കാരണം അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന ബിൽഡിംഗ് തകരും. എൻ്റെ മനസ്സും ശരീരവും തകരും, തളരും. അപ്പോൾ പുറമേക്ക് നോക്കി അവിടുന്ന് സ്നേഹവും സമാധാനവും സന്തോഷവും കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. മഹർഷി ടീച്ചിങ് പ്രകാരം ആ ഈഗോ ആയ ഞാൻ പുറത്തോട്ട് നോക്കുന്നതിന് പകരം, മനസ്സമാധാനം അവിടുന്ന് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്? പിന്തിരിഞ്ഞ് സെൽഫിലേക്ക് നോക്കണം. അപ്പോൾ മനസ്സിൻ്റെ ശരിയായ അടിത്തറ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ ശരിയായ അടിത്തറ എന്ന് പറയുന്നത് മുകളിലുമല്ല, മധ്യത്തിലുമല്ല, താഴെയാണ് എന്ന് മനസ്സിലാവും. ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് ഫ്ലോർസ് ആണ്. അതില്ലെങ്കിലും ഫൗണ്ടേഷൻ ഉണ്ടാവും. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. ആ അടിത്തറയാണ് ശരിക്കും സെൽഫ്. അതിൽ പിടിച്ചുകൊണ്ട് എന്ത് വേണം? നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കണം. അപ്പോൾ വിഷമങ്ങൾ ഉണ്ടാവില്ല. അതിനുള്ള പ്രാക്ടീസസാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഹർഷി പറയുന്നു, സീ ദ സിയർ ആൻഡ് എവറിത്തിങ് വിൽ ബി ഫൗണ്ട് ടു ബി ദ സെൽഫ്. ദർശകനെ കാണാനാ പറയുന്നത്, നോക്കുന്നവനെ നോക്കാനാ പറയുന്നത്. എല്ലാം സെൽഫ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ചേഞ്ച് യുവർ ഔട്ട്ലുക്ക്. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. ലുക്ക് വിതിൻ, ഉള്ളിലേക്ക് നോക്കുക. ഫൈൻഡ് ദ സെൽഫ്, സ്വയം കണ്ടെത്തുക.
ഇതാണ് മഹർഷി പറയുന്നത്. ആൻഡ് ഹി കണ്ടിന്യൂസ്, ഹൂ ഇസ് ദ സബ്സ്ട്രാറ്റം ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് ദി ഓബ്ജക്റ്റ്. കാണുന്നവൻ്റെയും കാണുന്നതിൻ്റെയും ആണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്, ഈ രണ്ടിൻ്റെയും സബ്സ്ട്രാറ്റം, അടിസ്ഥാനം, ആധാരം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ഇറ്റ് ആൻഡ് ഓൾ പ്രോബ്ലംസ് ആർ സോൾവ്ഡ്. അത് കണ്ടെത്തുക, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം മഹർഷിനെ പറയുകയാണ്. സബ്സ്ട്രാറ്റം എന്ന് ഉപയോഗിച്ചോളൂ, അടിത്തറ. ആ അടിത്തറ ശരിക്കും എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ, ഈഗോ. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ച ചുറ്റുമുള്ള ഈ ലോകം. ആ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും അടിത്തറയായി മറ്റൊരു ഞാനുണ്ട്. അതാരാണ് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അത് കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് മഹർഷി പറയുകയാണ്. എന്താ വേണ്ടത്? അത് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഹൂ ആം ഐ. ഈ ഞാൻ ആര്? ഇത്രയും കാലം ഞാൻ ഇതാണ് എന്ന് ധരിച്ചു വച്ചിരിക്കല്ലേ, അതാരാണ് എന്ന് അന്വേഷിച്ച് തുടങ്ങണം. ഇതിനാണ് എൻക്വയറി മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ ശരീരമാണോ? ഞാൻ ഈ മനസ്സാണോ? അല്ല, ഞാൻ സെൽഫാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ സെൽഫാണെന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ മതിയോ? പറ്റില്ല. ഞാൻ സെൽഫാണെന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ആരെന്ന് അന്വേഷിക്കാൻ മാത്രമേ പാടൂ. ബിക്കോസ് ഞാൻ സെൽഫാണ് എന്ന് പറഞ്ഞ് അതിൽ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെഡിറ്റേഷനായി പോകും, വിചാരമാവില്ല, ആത്മാന്വേഷണമാവില്ല. ബിക്കോസ് ദറ്റ് സെൽഫ് വിൽ ബിക്കം എ കോൺസെപ്റ്റ്. അതാണ് മഹർഷി പറഞ്ഞത്, ലുക്ക് വിത്തിൻ എന്ന്. ഫൈൻഡ് ദ സെൽഫ് എന്നല്ല പറഞ്ഞത്. സോ യു മസ്റ്റ് ഇൻവേർട്ട് യുവർ മൈൻഡ്. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് പുറത്തോട്ടാണ് പോവുക, ആളുകളിലേക്കാണ് പോവുക, മനസ്സിലേക്കാണ് പോവുക. ആ മനസ്സിനെ തിരിച്ചു പിടിച്ച് നമ്മിലേക്ക് തന്നെ നമ്മൾ ദർശിക്കണം. അപ്പോൾ ഞാൻ കരുതിയതൊക്കെ തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കാഴ്ചപ്പാട് മാറ്റാനാണ് മഹർഷി പറഞ്ഞത്. ഞാൻ മാറിയേ തീരൂ. ഇതാണ് ഉത്തരം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.